ഓഞ്ചിയത്ത് ടി.പി. പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾക്ക് കൗതുകം. ഓഞ്ചിയത്ത് പ്രത്യക്ഷപ്പെട്ട ടി.പി. ചന്ദ്രശേഖരനെ കണ്ട് ജനം അത്ഭുതപ്പെട്ടു. ടി.പിയുടെ അതേ ശബ്ദവും രൂപവും ഭാവവുമുള്ള ഇദ്ദേഹത്തിന്റെ പേര് രമേശൻ. വടകര പാക്കയിലെ മരക്കച്ചവടക്കാരനായ രമേശൻ ടി.പിയുടെ കഥ പറയുന്ന ടി.പി. 51 എന്ന സിനിമയിലെ നായകനാണ്. ടി.പിയുമായി രമേശനുള്ള രൂപസാദൃശ്യം ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ രൂപം കാണാനും കൈപിടിക്കാനും സ്ത്രീകളുടെയും കുട്ടികളുടെയും തിരക്കാണ്. മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥ ടി.പി. അല്ലെന്ന് വിശ്വസിക്കാൻ ഇവർക്കാകുന്നില്ല. ഓഞ്ചിയത്ത് തട്ടോളിക്കരയിൽ ടി.പിയുടെ തറവാട്ട് വീടായ തൈവച്ചുപറമ്പിൽ നടന്ന ചിത്രത്തിന്റെ പൂജാചടങ്ങിൽ പങ്കെടുക്കാൻ രമേശൻ ടി.പിയുടെ വേഷത്തിലെത്തിയപ്പോൾ ടി.പിയുടെ പിതാവ് മാധവന്റെയും രമയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ചിത്രത്തിനെതിരെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കനത്ത സുരക്ഷയാണ് ഓഞ്ചിയത്തും കൈനാട്ടിയിലും വള്ളിക്കാടും ഒരുക്കിയിട്ടുള്ളത്. ഓഞ്ചിയത്തിന്റെ മണ്ണിൽ കൊലക്കത്തിക്കിരയാവേണ്ടി വന്ന ടി.പി. ചന്ദ്രശേഖരന്റെ കഥ സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ ആരെ അഭിനയിപ്പിക്കണമെന്ന അങ്കലാപ്പിലായിരുന്നു ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ മൊയ്തു താഴത്ത്. മുഖ്യ കഥാപാത്രമാകാൻ നടൻ വിജയരാഘവനെ സമീപിച്ചെങ്കിലും അദ്ദേഹം ആ വേഷം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ടി.പി. ആക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ തേടി ഏറെ അലഞ്ഞ സംവിധായകനെ തേടി ഒരു സഖാവിന്റെ മകളുടെ ഫോണെത്തി. അവർ മാവേലി സ്റ്റോറിൽ വെച്ച് ടി.പിയുമായി സാമ്യമുള്ള ഒരു മുഖം കണ്ടെന്ന് വിവരമറിഞ്ഞ് മൊയ്തു നടത്തിയ അന്വേഷണത്തിലാണ് അത് വിറക് കച്ചവടക്കാരനായ രമേശനാണെന്നറിഞ്ഞത്. അതോടെ രമേശിനെ ടി.പി. ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഭീഷണി ഭയന്ന് ഒട്ടേറെ നിർമ്മാതാക്കളും നടീനടന്മാരും ഈ സിനിമയിൽ നിന്ന് പിന്മാറിയിരുന്നു. ഏറ്റവും ഒടുവിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടും ചിത്രത്തിൽ നിന്ന് പിന്മാറി. ടി.പിയുടെ സന്തത സഹചാരിയും RMP നേതാവുമായ N. വേണുവിന്റെ റോളായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് ഈ വേഷത്തിനായി ഷാ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. രമയുടെ വേഷം അഭിനയിക്കുന്നത് പ്രശസ്ത ചാനൽ അവതാരകയും അഭിനേത്രിയുമായ ദേവി അജിത്താണ്. വത്സല മേനോൻ ടി.പിയുടെ അമ്മയായി വേഷമിടുന്നു. സുരാജ് വിഷ്വൽ മീഡിയ നിർമ്മിക്കുന്ന ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ശിവജി ഗുരുവായൂർ, ഇടവേള ബാബു, മാമുക്കോയ എന്നിവരാണ്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.